ചില പച്ചക്കറികളുടെ കായ്ഫലം നാം ഉപയോഗിക്കുമെങ്കിലും ഇലകൾ പൊതുവെ അവഗണിക്കാറാണ് പതിവ്. ഇത്തരത്തിലൊന്നാണ് മത്തനില. അയൺ അടക്കമുള്ള ധാരാളം പോഷകങ്ങൾ അടങ്ങിയ ഇവ പൊതുവെ നാരുകളാൽ സമ്പുഷ്ടമാണ്. മത്തനില മാത്രമല്ല, മത്തൻ കുരുവും ഏറെ ആരോഗ്യകരമാണ്. സാധാരണ ചീര പോലെ തന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ സാമ്പാർ ചീരയ്ക്ക്. വൈറ്റമിൻ എയും അയണും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇവയിൽ. കണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ പറ്റിയ മറ്റൊരിനം ചീരയാണ് ചുവന്ന ചീര. ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന വൈറ്റമിനുകളും ധാതുക്കളും നാരുകളും അവയിൽ അടങ്ങിയിരിക്കുന്നു. അതീവ പോഷക സമൃദ്ധവും ഏറെ ആരോഗ്യകരവുമാണ് മുരിങ്ങ. അതിനാൽ പോഷകാഹാരക്കുറവുള്ളവർക്ക് ഇത് നല്ലതാണ്. കണ്ണിനും ഉത്തമമാണിത്. ഇതൊക്കെ അറിയാമായിരുന്നിട്ടും പണ്ട് ഇത് കഴിക്കാൻ മടിയായിട്ട് വെള്ളം കുടിച്ച് ഗുളിക പോലെ ഇറക്കിയിട്ടുണ്ട്. ചക്കക്കുരു ഒക്കെ മുരിങ്ങയിലേക്കൊപ്പം ഇട്ട് തോരൻ വയ്ക്കുന്നത് രുചി കൂട്ടാൻ നല്ലതാണ്. ഇത് ചീമച്ചേമ്പല്ല കേട്ടോ, ഇത് സുന്ദരിച്ചേമ്പ് എന്നൊക്കെ പറയാറുണ്ട്. ഇതിന്റെ ഇലയും താളുമൊക്കെ തോരൻ വയ്ക്കാൻ ഉപയോഗിക്കാറുണ്ട്. ചീമച്ചേമ്പിന്റെ താളും തോരനും മെഴുക്കുപുരട്ടിയും ഒക്കെ വയ്ക്കാറുണ്ട്. ചൊറിയണത്തിന്റെ ഇല തോരൻ വയ്ക്കാൻ നല്ലതാണ്. പലരും കഴിക്കാറുണ്ട് കേട്ടോ. തോരൻ വയ്ക്കണമെന്ന് വിചാരിച്ചിട്ടുള്ളതല്ലാതെ ഇതുവരെ അത് നടന്നിട്ടില്ല. ചൂടുവെള്ളത്തിൽ കഴുകി ചെറിയണത്തെ ചൊറിയാതെ നമുക്ക് ഉപയോഗിക്കാം. കുമ്പളത്തിന്റെ ഇലയും കോവലിന്റെ ഇലയുമൊക്കെ ഇതുപോലെ നമുക്ക് തോരൻ വയ്ക്കാം. ഒന്നിച്ച് എല്ലാം കൂടെ ഇട്ടൊരു തോരൻ ആയാലും നല്ലതാണ്.